ഹലോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് അവിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ അവിൽ വെച്ചിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം. സ്പെഷ്യൽ എന്നല്ല, സോറി, ഒരു അവിൽ വിളയിച്ചത്. അവിൽ വിളയിക്കാൻ കുറേ ഐറ്റം സാധനങ്ങൾ ആവശ്യമുണ്ട്. എല്ലാ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒന്ന് സിമ്പിളായിട്ട് അവിൽ എങ്ങനെ വിളയിക്കാമെന്ന് നോക്കാം. അപ്പോൾ അനുവിന് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂടുതൽ മധുരമൊന്നും കഴിക്കാൻ സമ്മതിക്കില്ല, എന്നാലും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പായസം, അവിൽ വിളയിച്ചത്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ നാടൻ നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. വിഷുവിന് പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ നാടൻ നെയ്യാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ശർക്കര പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 3 ആണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങ ഇവിടെ ചിരണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അവിൽ വിളയിച്ചതിന് പിന്നെ പൊട്ടുകടല, മുന്തിരി, അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നെയ്യിലേക്ക് തേങ്ങയിട്ട് ഒന്ന് വറുത്ത് കൊടുക്കണം. ആ സമയത്താണ് നമ്മുടെ ബാബുവേട്ടൻ കല്യാണം പറയാൻ വേണ്ടി വന്നത് കേട്ടോ. ബാബുവേട്ടൻ്റെ മോളെ കല്യാണമാണ്. ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് വൈകുന്നേരം കേട്ടോ. അപ്പോൾ ബാബുവേട്ടനായി കുറച്ച് സമയം സംസാരിച്ചിരുന്നു. കല്യാണമൊക്കെ ക്ഷണിച്ച്. അപ്പോൾ കല്യാണ ക്ഷണമെല്ലാം കഴിഞ്ഞ് അവർ പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ അവിൽ വിളയിച്ചത് വീണ്ടും പറഞ്ഞോ എങ്ങനെയായി നോക്കാം കേട്ടോ. അടുപ്പിൽ വെച്ചിട്ടാണ് ഇവരോട് സംസാരിക്കാൻ വേണ്ടി തന്നത്. അപ്പോൾ വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളപ്പാവ് തേങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങയിലൊഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് തേങ്ങയിലേക്ക് എള്ളിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക വറ്റിച്ചെടുക്കുക. അധികം വറ്റിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ചതിന് ഭയങ്കര ടൈറ്റായിരിക്കും, സോഫ്റ്റ് തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഇതെന്ത് തിളക്കാത്തേന്ന് നോക്കി അടുപ്പ് പൊക്കി നോക്കിയപ്പോഴാണ് അടുപ്പ് കത്തുന്നില്ല. അപ്പോഴാട്ടോ ഞാൻ കരുതി ഇത്രയും സമയത്തൊന്നും തിളക്കാത്തതെന്ന്. ഇപ്പോൾ അത് അടുപ്പ് കത്തിച്ചത്. അപ്പോൾ ഞാൻ ആ കല്യാണം ക്ഷണിക്കാൻ വന്നപ്പോഴത്തേക്ക് പോയ ടൈമിന് അടുപ്പ് ഓഫ് ചെയ്തതാട്ടോ. അത് ഓർമ്മയില്ലാണ്ട് വെള്ളപ്പാവ് എടുത്ത് അതിലേക്ക് ഒഴിച്ച് പിന്നീടാണ് കത്തിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് കുറുകി ആയതിന് ശേഷം നമുക്ക് നമ്മുടെ അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ തേങ്ങ കുറച്ചൊന്ന് എന്താ പറയുക, കുറച്ച് ഒരു വെള്ളപ്പാവിലൊന്ന് മിക്സായി കിട്ടണം. അതിന് ശേഷം മാത്രമേ നമ്മുടെ അവിൽ അതിലേക്ക് ചേർത്തെടുക്കാൻ പാടുള്ളൂ. അനുവിന് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വളരെ ഇഷ്ടമാണ്. അവൾ അച്ചൂട്ടും ഇഷ്ടമല്ല കേട്ടോ. അധികം മധുരം അങ്ങനെ മിഠായിയൊക്കെ കഴിക്കും, എന്നാലിങ്ങനെ പായസം, അവിൽ വിളയിച്ചത് അങ്ങനെയുള്ള ഐറ്റംസൊന്നും അവന് തീരെ ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആക്കി കൊടുത്താൽ നല്ലതാണ്. കുറച്ച് ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പുറത്തുനിന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും വീട്ടിൽ നിന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളുടെ ആരോഗ്യത്തിനും വലിയ കേടുകളൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ മധുരം അധികം കഴിക്കുന്നത് നല്ലതല്ല, എന്നാലും വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അവിൽ വിളയിച്ചതൊക്കെ.
അപ്പോൾ അവിൽ വിളയിച്ചത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അവിൽ വിളയിച്ചത് അപ്പുറം പുഷ്പേച്ചിക്കൊക്കെ കൊണ്ടു കൊടുക്കാൻ അങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പം ചൂടാറുന്ന സമയത്തേക്കും ഇത്രയും ലൂസായിരിക്കില്ല, കുറച്ച് ടൈറ്റാവും. വെള്ളം കുറച്ചൊന്ന് ടൈറ്റാവുമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ അവിൽ വിളയിച്ചത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ നാടൻ നെയ്യ് ആയതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ നെയ്യിൽ ആ ഒരു ടേസ്റ്റൊക്കെ വന്നപ്പോൾ നല്ല രുചിയായിരുന്നു. നെയ്യ് കുറച്ച് അധികം ഒഴിച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ വേറെ എന്നൊരു രുചിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തതാണ്, അല്ലെങ്കിൽ ടൈം കിട്ടാറില്ല. അപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ചത് കുറച്ച് പാത്രത്തിലാക്കി നമ്മുടെ പുഷ്പേച്ചിക്കും എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ചൂടോടെ പാത്രത്തിലാക്കി, ചൂടിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്. പുഷ്പേച്ചി സ്പൂണിലാക്കി വായിലിട്ട് അതേ വായി പൊള്ളിപ്പോയി. അപ്പോൾ പുഷ്പേച്ചിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല ഇഷ്ടമായി, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്.